ദൈവം സൃഷ്ടിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയതിനു ശേഷം 7000 വർഷത്തെ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് പലയിടത്തു നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ AD 70 രണ്ടാം വരവും 2017 ആകാശത്തിലുണ്ടായ അടയാളവും ന്യായവിധിയും പിന്നെ പുതിയ യെരുശലേം ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിന്റെ ടൈം ലൈനെ കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ഏകദേശം 10ഓളം ഇവന്റ്സ് ആണ് നമുക്ക് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ആദം ഏദനിൽ നിന്ന് പുറത്താവുന്നത്, പിന്നെ മശിഹ മരിക്കുന്നത്, മശിഹയുടെ രണ്ടാം വരവ്, അത് ആ തലമുറയിൽ തന്നെ സംഭവിക്കുന്ന കർത്താവ് പറഞ്ഞിരുന്നു. പിന്നീട് ഗോഗുമാഗോഗ് യുദ്ധം ഒന്നാമത്തത്, അത് നടന്നത് AD 70 എസെക്കിയേൽ 39 വെളിപാട് 19 പറയുന്ന യുദ്ധമാണത്. പിന്നീട് ദൈവത്തിന്റെ 1000 ആണ്ട് വാഴ്ചയാണ് ഭൂമിയിൽ. അത് കഴിഞ്ഞിട്ട് അല്പകാലത്തേക്ക് സാത്താനെ അഴിച്ചുവിടണം എന്ന് പറയുന്നുണ്ട് വെളിപാട് 20 ഇതിന്റെ അവസാനത്തിന്, അതായത് ലിറ്റിൽ സീസന്റെ അവസാനം ഗോഗുമാഗോഗ് സെക്കൻഡ് യുദ്ധം നടക്കും. അത് എസെക്കിയേൽ 38 റെവലേഷൻ 20 പറയുന്ന യുദ്ധമാണ്. ആകാശത്ത് നിന്ന് തീ ഇറങ്ങുന്നതും കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് റെവലേഷൻ 20 പറയുന്ന അതിലെ എല്ലാവരെയും ന്യായം വിധിക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച്. ഇതിന്റെ അവസാനം പുതിയ ആകാശം പുതിയ ഭൂമി അല്ലെങ്കിൽ പുതിയ യെരുശലേം വരുന്നതിനെ കുറിച്ചാണ്, എറ്റേണിറ്റിയെ കുറിച്ചാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ബുക്ക് ഓഫ് ആദം മാനുവൽ എന്ന് പറയുന്ന ബുക്കുണ്ട്. അത് ഒരു അപ്പോക്രിഫ ഗ്രന്ഥമാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ 5.5 ദിവസം കഴിഞ്ഞ് ഞാൻ നിങ്ങളെ ഉയർപ്പിക്കും എന്നൊരു വാക്ക് ദൈവം ആദമിനോട് ഹവയോടും പറയുന്നതായിട്ടുണ്ട്. കർത്താവ് ആദമിനോട് പറഞ്ഞു, 5.5 ദിവസം കഴിയുമ്പോൾ ഞാൻ എന്റെ വചനം അയച്ച് നിന്നെ രക്ഷിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്കറിയാം 5 ദിവസം എന്നുള്ളത് 5500 വർഷമാകാം. കാരണം ദൈവത്തിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ 1000 സംവത്സരം എന്നുള്ളതാണ്. ദാനിയേലിന്റെ 490 ഇയർ അല്ലെങ്കിൽ 70 വീക്ക് പ്രോഫസിനെ കുറിച്ച് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതിൽ വ്യത്യസ്തമായിട്ടൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ഇതാണ് കൂടുതൽ ലോജിക്കലായിട്ട് തോന്നുന്നത്. അതായത് 29-ാമത്തെ 26-27 വാക്യത്തില് ഫസ്റ്റ് പാർട്ട് പറയുന്നത് അഭിഷക്തൻ അല്ലെങ്കിൽ മശിഹായെ കുറിച്ചാണ്. സെക്കൻഡ് പാർട്ട് പറയുന്നത് വായിച്ചു നോക്കിയാൽ 62 ആഴ്ചവട്ടം കഴിഞ്ഞ്, അതായത് ടോട്ടൽ ആദ്യമേ ഒരു 7 കഴിഞ്ഞു, പിന്നെ 62 കൂടെ പറയുമ്പോൾ 69-ാമത്തെ ആഴ്ചവട്ടം കഴിഞ്ഞ് അല്ലെങ്കിൽ 70-ാമത്തെ ആഴ്ചയുടെ ഫസ്റ്റ് ഹാഫിലാണ് അഭിഷക്തൻ ഛേദിക്കപ്പെടുന്നത്. അവൻ ആരുമില്ലെന്ന് വരും. കൂടാതെ അവർ പറയുന്നുണ്ട്, അതായത് 70-ാമത്തെ ആഴ്ചവട്ടം തുടങ്ങുമ്പോൾ 1 വർഷത്തെ അല്ലെങ്കിൽ 7 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 വർഷത്തേക്ക് നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യത്തിൽ വെച്ച് അവൻ ഹനനയാകും ഭോജനയാകും നിർത്തലാക്കി. നമുക്കറിയാം മശിഹ മരിക്കുമ്പോൾ എറ്റേണൽ സാക്രിഫൈസ്, അതിനുശേഷം ഇനി യാഗം വേണ്ട എന്നുള്ളതാണ്. പുതിയൊരു നിയമം ഞാൻ പലരോടും കൽപ്പിക്കുന്നു, അല്ലെങ്കിൽ പുതിയ നിയമത്തെ പറ്റി പറയുമ്പോൾ പലരോടുമുള്ള അല്ലെങ്കിൽ അനേകർക്ക് വേണ്ടിയുള്ള പാപമോചനത്തിനായിട്ടുള്ള പുതിയ നിയമം എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം 26-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗവും 27-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗവും പറയുന്നത് കർത്താവിനെ കുറിച്ചാണ്. ഇനി അതിന്റെ രണ്ടാമത് വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധമന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങൾ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നു. ഇത് റോമിൽ നിന്ന് ടൈറ്റസും ടീംസും വരുന്നതാണെന്ന് നമുക്കറിയാം. അപ്പം അവിടെ കർത്താവ് ആ തലമുറയിൽ വരും എന്ന് പറഞ്ഞാൽ ആ തലമുറയിൽ തന്നെ വരും. കാരണം അതിന് തെളിവ് അങ്ങ് മത്തായി എഴുതിയ പുസ്തകം തൊട്ട് റെവലേഷൻ വരെ കിടപ്പുണ്ട്. വെളിപാട് എഴുതിയത് AD 70 മുമ്പാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്ലേശതകൾ ചെറിയന്മേൽ ശൂന്യമാക്കുന്നവർ വരും. നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ഇത് ബീസ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാനിയേലിന്റെ 9:26 9:27 ഫസ്റ്റ് പാർട്ട് പറയുന്ന മശിഹായെ കുറിച്ചും സെക്കൻഡ് പാർട്ട് പറയുന്നത് കുറിച്ചുള്ളതാണ്. അതിൽ 62 ആഴ്ചവട്ടത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ബേസിക്കലി 69th വീക്ക് കഴിഞ്ഞിട്ട് 70th വീക്കിനെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പൊതുവെ എല്ലാവരും തെറ്റിദ്ധരിച്ചു വെച്ചേക്കുന്നത് ഒരാഴ്ചവട്ടത്തേക്ക് നിയമത്തെ കഠിനമാക്കുന്ന ബീസ്റ്റ് ആണെന്നുള്ളതാണ്. എന്താ നമുക്കറിയാം, അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ ഉടമ്പടി അല്ലെങ്കിൽ എന്റെ രക്തം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഫസ്റ്റ് ഹാഫിൽ തന്നെ യാഗം നിർത്തലാക്കും എന്നുള്ളത്. നമ്മളവരുടെ താൽമണ്ടുകൾ വായിച്ചു കഴിഞ്ഞാൽ അതിനുശേഷമുള്ള യാഗങ്ങളിൽ ദൈവം പ്രീതിപ്പെട്ടിരുന്നില്ല. ഇല്ലെങ്കിൽ ചുമന്ന നൂല് കെട്ടിയിരുന്ന ആടിന്റെ കഴുത്തിലെ നൂല് വെള്ളയായി മാറിയിരുന്നില്ല 40 വർഷത്തോളം. അല്ലെങ്കിൽ യെരുശലേം ദേവാലയം ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നിടം വരെ അത് മാറിയില്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതായത് യാഗം നിർത്തലാക്കി എന്നുള്ളതിന്റെ ഒരു അടയാളമായിട്ട് അന്നത്തെ താൽമണ്ടിൽ അന്നത്തെ യഹൂദർ എഴുതിയിരിക്കുന്ന ബുക്കിനകത്ത് കാണാൻ പറ്റുന്നതാണിത്. രണ്ടാം വരവ് എന്നുണ്ടായെന്ന് ചോദിച്ചാൽ രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. കൂടാതെ കർത്താവ് പറയുന്നുണ്ട്, ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. AD 70 മുമ്പ് തന്നെ കർത്താവ് വന്നു. അതായത് നമുക്ക് പൗലോസ്ലീഹയുടെ 1 കൊലോസിയൻസ് 1:23 വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, ആകാശത്തിന് കീഴിലുള്ള സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പൊ അത് ആ തലമുറയിൽ തന്നെ സംഭവിച്ച കാര്യമാണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതിന് ധാരാളം ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള തെളിവുകളുമുണ്ട്. കാരണം യൗസേബിയോസ്, ജോസഫസ്, ടാസിറ്റസ് ഇവരുടെ എല്ലാവരുടെയും പുസ്തകത്തിൽ ആകാശത്തിൽ അഗ്നിരഥങ്ങൾ വരുന്നത് കണ്ടു എന്ന് അവർ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി മുൻപത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവം AD 70 വന്നിട്ട് തന്റെ വിശുദ്ധന്മാരെ എല്ലാം കൊണ്ടുപോയതിനു ശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് കുഞ്ഞാടിന്റെ കല്യാണം സ്വർഗത്തിൽ നടന്ന് തിരിച്ച് നോർത്ത് പോളിലേക്കാണ് കർത്താവ് തന്റെ വിശുദ്ധരെ കൊണ്ട് വരുന്നത്. അവർക്ക് ശരീരം കിട്ടുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള ഇസ്രായേൽ, അതായത് ഒരു മിറർ ആയിരുന്നു ഇന്നത്തെ ഇസ്രായേലെങ്കിൽ ദൈവം അന്ന് കാണിച്ചത് അല്ലെങ്കിൽ അവരെ വിശുദ്ധരെ കൊണ്ടുപോയത് ഒരു ശരിക്കും പാലും തേനും ഒഴുകുന്ന ഒരു മിറർ അല്ലാത്ത യഥാർത്ഥ ഇസ്രായേലിലേക്കാണ്. അപ്പൊ അതിന് കുറെ തെളിവുകൾ നമുക്ക് അവിടെ ഇവിടെയായിട്ട് വായിച്ചെടുക്കാൻ പറ്റും. കൂടാതെ ഉത്തരഗിരിയായ സിയോനെ എന്നാണ് വിളിക്കുന്നത്. യഥാർത്ഥ സിയോൻ പർവ്വതം അല്ലെങ്കിൽ ദൈവം വസിക്കുന്ന പർവ്വതം എന്ന് പറയുന്നത് അവിടെയാണ്, ആ വടക്ക് ദേശത്ത് അല്ലെങ്കിൽ ഏറ്റവും വടക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വെളിപാട് 19 പറയുന്ന യുദ്ധവും എസെക്കിയേൽ 39 പറയുന്ന യുദ്ധവും ഒന്നാണ് മനസ്സിലാക്കാം. അതായത് ഈ ഗോഗുമാഗോഗ് യുദ്ധം ആദ്യത്തത് AD 70 ഈ സാത്താനും അവന്റെ ആർമികളും എല്ലാം കൂടെ അല്ലെങ്കിൽ അന്നത്തെ രാജ്യങ്ങളെല്ലാം നോർത്ത് പോളിനെ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നതിനെ കുറിച്ചാണ്. ഉത്തരഗിരിയായ സിയോൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രിയ നഗരത്തിനെതിരെ പോകുന്നതിനെ കുറിച്ചിട്ടുള്ള യുദ്ധമാണ് എസെക്കിയേൽ 19:39 പറയുന്നത്. ഇത് AD 70 കഴിഞ്ഞതാണ്.
അതിനുശേഷം മിലിനിയൽ കിങ്ഡത്തിൽ ദൈവം 1000 ആണ്ട് ഭൂമിയെ ഭരിക്കുന്നുണ്ട്. ഈ ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്റെ വിശുദ്ധന്മാരോടൊപ്പം ഭൂമിയെ ഭരിക്കുന്നു, അല്ലെങ്കിൽ ആ മിലിനിയൽ കിങ്ഡത്തിനെ പറ്റി പറയുന്ന എല്ലാ വാക്യങ്ങളും അവിടെ നിവൃത്തിയാവുകയാണ്. വെളിപാട് പുസ്തകം 20-ാം അധ്യായം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, മിലിനിയൽ കിങ്ഡം നടന്ന സമയത്ത് 1000 ആണ്ടേക്ക് സാത്താനെ ചെങ്ങലക്കിട്ടേക്കുമായിരുന്നു. പിന്നീട് പറയുന്നുണ്ട് ഈ 1000 ആണ്ട് കഴിഞ്ഞിട്ട് അല്പകാലത്തെ കഴിച്ചുവിടേണ്ടതാകുന്നു. അപ്പൊ നമ്മളിപ്പോൾ ഏത് കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ ലിറ്റിൽ സീസൺ ഓഫ് സാത്താനിലാണ്. അതായത് ദൈവത്തിന്റെ മിലിനിയൽ കിങ്ഡം കഴിഞ്ഞിട്ട് 1000 ആണ്ട് വാഴ്ചയുടെ കഴിഞ്ഞിട്ടുള്ള ഒരു ലിറ്റിൽ സീസണിലാണ് നമ്മളിപ്പോൾ നമ്മുടെ ടൈം ലൈൻ. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് 2017 സെപ്റ്റംബർ 23-ന് വെളിപാട് 12:1 പറഞ്ഞിരിക്കുന്ന സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴിൽ ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം ഉണ്ടായി. ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരു സ്ത്രീ എന്ന് പറയുന്നത് വിർഗോയാണ്, അല്ലെങ്കിൽ കന്നി എന്ന് പറയുന്നതാണ്. സൂര്യനെ അണിഞ്ഞിരിക്കുന്നുണ്ട്, കാൽച്ചുവട്ടിൽ ചന്ദ്രൻ, തലയിൽ 12 നക്ഷത്രങ്ങൾ. ഇതിൽ 3 ഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ മൂവിംഗ് സ്റ്റാർസ് എന്നറിയപ്പെടും. ഇവർ വൺസ് ഇൻ 7,000 ഇയേഴ്സിലെ ഇത്തരം ഒരു കോമ്പിനേഷൻ ഉണ്ടാവുകയുള്ളൂ. കൂടാതെ ഇതേ സമയം തന്നെ ജൂപ്പിറ്റർ വിർഗോയുടെ വയറ്റിൽ കൂടി 9 മാസം കൊണ്ട് പുറത്ത് ഒരു കുട്ടി പ്രഗ്നന്റ് ആയി പുറത്തു വരുന്ന അതേപോലെ പുറത്ത് റിട്രോഗ്രേഡ് മോഷനിൽ പോകുന്നതും കാണാൻ പറ്റും. നമുക്ക് കാലത്തെ തിരിച്ചറിയാൻ വേണ്ടി ദൈവം ആകാശങ്ങളിൽ അടയാളങ്ങളൊക്കെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് നമുക്കറിയാം. അപ്പം ഒരു കുട്ടിയായിട്ട്, അല്ലെങ്കിൽ ജൂപ്പിറ്ററിനെയാണ് ഇവിടെ ഒരു കുട്ടിയായിട്ട് വിർഗോയുടെ ഉള്ളിൽ കൂടി പുറത്തു വരുന്നതായിട്ട് കാണിക്കും. ഇനി എന്താണ് നടക്കാനുള്ളത് നമുക്കറിയാം. ഇനി ഒരു ഗോഗുമാഗോഗ് യുദ്ധം കൂടിയുണ്ട്. അതായത് ഈ സാത്താന്റെ ലിറ്റിൽ സീസന്റെ അവസാനം ഈ സാത്താൻ സകല ഈ രാജ്യങ്ങളെ തെറ്റിച്ച് പ്രിയ നഗരത്തിനെതിരായിട്ട് യുദ്ധം ചെയ്യാൻ കൊണ്ടുപോകും. അപ്പോൾ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവയെല്ലാവരും നശിപ്പിച്ചു കളയും. പിന്നെ സാത്താനെ മറ്റേ കള്ളപ്രവാചകനും പിശാചും മൃഗവും ഒക്കെ കിടക്കുന്ന, അല്ലെങ്കിൽ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അപ്പം ഇതാണ് നമുക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ ടൈം ലൈനിന്റെ ഒരു ഭാഗം. ഇനിയുള്ളതെന്ന് പറയുന്നത് ജഡ്ജ്മെന്റ് ആണ്. അതിനു മുമ്പ് ആ ഗോഗുമാഗോഗിനെ പറ്റി ഒന്നുകൂടെ പറയാം. അതായത് ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും, പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെടുന്നത്. അതായത് റാപ്ചർ AD 70 ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള വിശ്വാസികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് വന്ന് ഒരു രാജ്യത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. അതായത് യഥാർത്ഥത്തിലുള്ള ഇസ്രായേലിലേക്കാണ് കൊണ്ടുപോയത്. അത് നിരന്തര ശൂന്യമായി കിടന്നു. അതായത് അതിൽ ആരും വസിച്ചിരുന്നില്ല, ദൈവം അത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു എന്ന് മനസ്സിലാവും. അപ്പം അതിനെ ഇസ്രായേൽ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അത് കൂടാതെ എല്ലാവരും അവിടെ ജാതികളിൽ നിന്നിടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. നിർഭയമായി എന്ന് പറഞ്ഞാൽ പേടിയില്ലാതെ വസിക്കും എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. അപ്പം നമുക്കറിയാം അത് ഇന്നത്തെ മിഡിൽ ഈസ്റ്റുള്ള ഇസ്രായേലിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. നോർത്ത് പോളിൽ ദൈവത്തിന്റെ നഗരം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അതിനെ ഈ സയൻസും ഇല്ലെങ്കിൽ മറ്റുള്ളവർ ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം ആ ഒരു നഗരത്തിലേക്കാണ് അന്ന് വിശുദ്ധരെ കൊണ്ടുപോയത്. ഇനിയും ആ നഗരത്തിനെതിരെയാണ് സാത്താൻ ഈ ജാതികളെ തെറ്റിച്ച് കൊണ്ടുപോകാൻ പോകുന്നത്. കൂടാതെ അടുത്ത വാക്യം നോക്കിയാൽ ഇത് എസെക്കിയേൽ 38 കോട്ടകളില്ലാത്ത ഗ്രാമങ്ങൾക്കെതിരെ ഞാൻ ചെല്ലും. ഇതെന്ന് പറയുന്നത് ഒരു മതിലുകളില്ലാത്ത സ്ഥലത്തേക്കാണ് സാത്താൻ കൊണ്ടുപോകുന്നവരെ. അപ്പൊ നമുക്കറിയാം ഇന്നത്തെ ഇസ്രായേലിന്റെ കാര്യമല്ല, അത് യഥാർത്ഥത്തിലുള്ള നോർത്ത് പോളിലുള്ള റിയൽ ഇസ്രായേൽ, മിഡിൽ ഈസ്റ്റിലുള്ളതിനെ കുറിച്ചല്ല, റിയൽ ഇസ്രായേലിലേക്കുള്ള സാത്താൻ അതിന് ആർമിയെ കൊണ്ട് പോകുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വസ്തുക്കൾ കൊള്ള ചെയ്തുകൊണ്ട് പോകാനും വിവിധ ജനതകളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ട ഭൂമിയുടെ മധ്യത്തിൽ, അതായത് ഭൂമിയുടെ സെന്ററിൽ കഴിയുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം നോർത്ത് പോൾ ആണ് ഭൂമിയുടെ സെന്ററായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നത്. കാരണം സ്റ്റാറിന്റെ ട്രെയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ധ്രുവതാര, അല്ലെങ്കിൽ നോർത്തേൺ സ്റ്റാറിനെ വെച്ചാണ് പണ്ട് ആൾക്കാർ ട്രാവൽ ചെയ്തിരുന്നത്. അതിന് അബൌട്ടായിട്ടാണ് എല്ലാ സ്റ്റാറുകളും റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം നമുക്ക് നേരത്തെ അവർ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ അറിയാതിരിക്കാൻ വേണ്ടി പലതും അവർ മറച്ചു വെക്കുന്നുണ്ട്. ഇന്നത്തെ സോക്കോൾഡ് ശാസ്ത്രവും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പം അവിടെ വസിക്കുന്ന നോർത്ത് പോളിലേക്കാണ് ഈ ആർമിയായിട്ട് ചെല്ലാനായിട്ട് പോകുന്നത്. ഈ സാത്താൻ ഗോഗുമാഗോഗിന് ആർമിയായിട്ട് ചെല്ലാൻ പോകുന്നത്. ഇനി ഉത്തര ധ്രുവത്തിൽ, അല്ലെങ്കിൽ നോർത്ത് പോളിലാണ് നമ്മുടെ ദൈവത്തിന്റെ യഥാർത്ഥ നഗരം, പ്രിയ നഗരം ഇരിക്കുന്നത് എന്നുള്ളതിന് എന്താണ് തെളിവ്? സങ്കീർത്തനം 48 വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സീൻ. ഉത്തരഗിരി എന്ന് പറഞ്ഞാൽ നോർത്തേൺ മോസ്റ്റ് എന്നുള്ള അർത്ഥം. അപ്പം വടക്ക് ഏത് പോയിന്റിൽ നിന്ന്, ഭൂമിയിൽ ഏത് പോയിന്റിലും ഒന്ന് നോക്കിയാലും വടക്ക് എന്നുള്ളത് ഒറ്റ പോയിന്റാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, പണ്ടൊക്കെ യാത്ര ചെയ്യുന്നവർ ധ്രുവതാരയെ നോക്കി, അല്ലെങ്കിൽ നോർത്തേൺ സ്റ്റാറിനെ നോക്കിയായിരുന്നു യാത്ര ചെയ്തിരുന്നത് എന്നുള്ളത്. അപ്പം ഇത് നോർത്ത് പോളിലുള്ള യഥാർത്ഥത്തിൽ ഭൂമിയുടെ മധ്യത്തിൽ വസിക്കുന്ന ആ വിശുദ്ധ നഗരത്തിലെ, ആ ദൈവപ്രിയ നഗരത്തിലെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങോട്ടേക്കാണ് ഈ ജാതികളെ സാത്താൻ തെറ്റിച്ച് ഗോഗുമാഗോഗ് യുദ്ധത്തിനായിട്ട് കൊണ്ടുപോകുന്നത്. നമ്മളിൽ നിന്ന് അവർ സത്യം മറച്ചു വെക്കുകയും ചെയ്യും, പ്ലെയിൻ സൈറ്റിൽ അത് നമുക്ക് വെക്കുകയും ചെയ്യും. അപ്പോൾ UN ലോകം നോക്കിയാൽ അതാണ് കൃത്യം ലോകത്തിന്റെ മാപ്പ്. അതിനകത്ത് ഓരോ രാജ്യങ്ങൾക്കും യഥാർത്ഥത്തിലുള്ള രാജ്യങ്ങളുടെ സൈസാണ്. നിങ്ങൾ പോയി വേറെ ഏത് ഗ്ലോബിലോ അല്ലെങ്കിൽ മാപ്പിലോ നോക്കിയാലും യഥാർത്ഥത്തിലുള്ള സൈസ് അല്ല രാജ്യങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം അതെല്ലാം 3D പ്രൊജക്ഷൻസ് ആണ്. അപ്പം ഇതിന്റെ മധ്യത്തിലേക്കാണ് അവർ സാത്താൻ ആർമിയും കൊണ്ട് പോകുന്നത്. നമുക്കറിയാം ഇതൊരു സാന്താക്ലോസ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫിക്ഷണൽ പ്ലേസ് ആയിട്ടാണ് ശാസ്ത്രം, അല്ലെങ്കിൽ ഇന്നത്തെ ആൾക്കാർ ഈ നോർത്ത് പോളിനെ കൺസിഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്ന് വരുത്തി തീർക്കുന്നത് സാത്താന്റെ അജണ്ടയാണ്. യഥാർത്ഥത്തിൽ അത് ദൈവത്തിന്റെ പ്രിയ നഗരമായിട്ടുള്ള സ്ഥലമാണെന്ന്, അല്ലെങ്കിൽ ഉത്തരഗിരിയായ സിയോനാണ് അവിടെ ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഗോഗുമാഗോഗ് യുദ്ധത്തിന് ശേഷം ജഡ്ജ്മെന്റ് ആണ്. അവിടെ വലിയൊരു സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. ഇതെല്ലാം അതായത് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന വെളിപാട് പുസ്തകം 20-ാം അധ്യായം പറയുന്ന ഇതാണ്. അപ്പൊ അവിടെ ജീവന്റെ പുസ്തകങ്ങൾ തുറന്നു പറഞ്ഞാൽ ഓരോരുത്തരെയും കുറിച്ചിട്ടുള്ളതാണ്. ജീവന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ മറ്റൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലാണ് ആരുടെയൊക്കെ പേര് അതിലുണ്ട്, അല്ലെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിലേക്കും അല്ലെങ്കിൽ പുതിയ യെരൂശലേമിലേക്കും ആർക്കൊക്കെ പ്രവേശനം ഉണ്ടെന്നുള്ളതിന്റെ ലിസ്റ്റ് ഉള്ളത്. അപ്പം ഇതെല്ലാം ഒരു ത്രോൺ ജഡ്ജ്മെന്റ്, അല്ലെങ്കിൽ ആ ഒരു ന്യായവിധിയെ കുറിച്ചിട്ടുള്ള വാക്യങ്ങളാണ്. 7000 വർഷത്തിന്റെ ശേഷം നമുക്കറിയാം ഈ ന്യായവിധിയും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുതിയ ആകാശം പുതിയ ഭൂമി, ദൈവത്തിനെല്ലാം പുതുതാക്കും.
എന്നിട്ട് അതിലേക്ക് പുതിയ യെരൂശലേം അല്ലെങ്കിൽ ദൈവം നമ്മോട് കൂടെ എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ എന്താ കൂടാരം മനുഷ്യന്റെ കൂടെ വസിക്കും. ഇല്ലെങ്കിൽ ഈ ഒരു ഇമ്മാനുവേൽ എന്ന് പറയുന്ന ഒരു വാക്ക് ലിറ്ററൽ ആവുന്നത് ഈ ഒരു പുതിയ യെരൂശലേം ഭൂമിയിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ 1000 ആണ്ട് വാഴ്ച സമയത്ത് ഭൂമിയിൽ മെശിഹ ഭരിച്ചിരുന്നു. കൂടാതെ എന്നേക്കുമായി സിംഹാസനത്തിൽ സിംഹാസനം അല്ലെങ്കിൽ ദൈവം ഇരിക്കുന്ന സ്ഥലം ഭൂമിയിലേക്ക് വരുന്നതിനെ നമുക്ക് പറയാൻ പറ്റും. അതാണ് ദൈവം നമ്മോട് കൂടെ എന്നുള്ളതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. ദ ഫീസ്റ്റ് ഓഫ് ടാബർനക്കിൾസ് അല്ലെങ്കിൽ ആ ഒരു സമയത്തായിരിക്കാം, ആ ഒരു കാലഘട്ടത്തെ ആയിരിക്കാം അത് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം പല ഫീസ്റ്റുകളുണ്ട്. അതിൽ ടാബർനക്കിൾസ് എന്ന് പറഞ്ഞാൽ കൂടാര പെരുന്നാൾ എന്നുള്ള അർത്ഥത്തിലും കൂടെ പറയും. ടൈം ലൈൻ ഒന്നുകൂടി പറയാം. ആദ്യമേ ആദം ഏദനിൽ നിന്ന് പുറത്താവുന്നു. 5500 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മശിഹ മരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വരവ് നടക്കുന്നു. ഒന്നാമത്തെ ഗോഗുമാഗോഗ് യുദ്ധം, പിന്നെ ദൈവത്തിന്റെ 1000 ആണ്ട് മിലേനിയൽ കിങ്ഡം, അതിനുശേഷം സാത്താനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടുന്നു. അതിന്റെ എൻഡ് ആവുന്നതിന് മുമ്പ് ഒരു അടയാളം പോലെ ദൈവം ആകാശത്തിൽ വെളിപ്പാട് പുസ്തകം 12:1 പറഞ്ഞിരിക്കുന്ന അടയാളം തരുന്നു. ഇനി നടക്കാനുള്ളത് ഗോഗുമാഗോഗ് യുദ്ധം രണ്ടാമത്തതാണ്. അത് ഉത്തരഗിരിക്കെതിരെ സാത്താൻ ഈ രാജ്യങ്ങളെ കൊണ്ട് പോകുന്നതാണ്. പിന്നെ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് ആണ്. അതിനുശേഷം പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരൂശലേം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തെ കുറിച്ചാണ്. And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.